യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. സുഭാഷിതം. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വന്നു ഭവിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗി 9-ാം അധ്യായം ആരംഭിക്കുന്നത്. നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു എന്നുള്ള ബോധം തനിക്കുണ്ടായി. അത് ശോധന ചെയ്യുവാനും അദ്ദേഹം മനസ്സുവെച്ചു. 2-ാം വാക്യം വായിക്കുന്നത്, എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും, നല്ലവനും നിർമ്മലനും, മലിനനും, യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. അത് എന്താണെന്ന് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു. ആർക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് മരണമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് അടിസ്ഥാനപരമായി 9-ാം അധ്യായത്തിൽ കൂടെ നമ്മോട് പറയുന്നത് അത്യുന്നതന്റെ സ്നേഹം മനസ്സിൽ കരുതി ജീവിക്കുവാനാണ്. സന്തോഷവാനായിരിക്കുക. ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി ജീവിക്കുക. ദൈവം മനുഷ്യർക്ക് നൽകിയ മനോഹരമായ ഒരവസ്ഥയാണ് ഭൂമിയിലെ ജീവിതം. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം നാം ജ്ഞാനത്തോടെ ജീവിക്കുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. കർത്താവിനോടുള്ള ഭക്തിയാണല്ലോ ജ്ഞാനം. ജ്ഞാനത്തോടെ ജീവിച്ചിരുന്ന സാധുവായ ഒരു മനുഷ്യനെ കുറിച്ച് 15-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. തന്നെയുമല്ല, ജ്ഞാനം ബലത്തേക്കാൾ നല്ലതാണ് എന്നറിയാം. എന്നിട്ടും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. ജ്ഞാനിയുടെ വാക്കുകൾ ആരും കൂട്ടാക്കുന്നില്ല. 17-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മകൾ നശിപ്പിച്ചു കളയുന്നു. Words of the wise spoken quietly should be heard rather than the shout of a ruler of fools. Wisdom is better than weapons of war, but one sinner destroys much good. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ജ്ഞാനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും അതിന്റെ ദൂരവ്യാപകമായ സ്വാധീനത്തെക്കുറിച്ചുമാണ് സഭാപ്രസംഗി പഠിപ്പിക്കുന്നത്. ഈ വാക്യത്തിൽ ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ ജ്ഞാനത്തിന്റെ പ്രയോഗത്തിലൂടെ നേടാനാകുന്ന നേട്ടങ്ങളും ഒരൊറ്റ പാവിയുടെ വിഡ്ഢിത്തം വരുത്തുന്ന നാശവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവീക ജ്ഞാനം കൊണ്ട് സംഘർഷങ്ങൾ തടയാൻ കഴിയും. ദൈവത്തെ സ്വീകരിക്കുവാനോ ദൈവിക വഴികളിൽ ജീവിക്കുവാനോ താല്പര്യമില്ലാത്ത പാവിയായ മനുഷ്യന്റെ ചിന്താശൂന്യമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ബോധപൂർവമായ വഞ്ചന, ഇവയൊക്കെ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ മാറിക്കിട്ടുവാൻ നമുക്കൊരു മാർഗം ദൈവം തന്നിട്ടുണ്ട്. പാപികളായ മനുഷ്യരെ ജ്ഞാനികളായി തീർക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ലോകത്തിന് നാശമാകാതെ മരണം നമ്മെ എത്തിപ്പിടിക്കുന്നതിനു മുമ്പ് ജ്ഞാനിയായി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. God bless you all with these words. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ച
ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകല